Hello everyone. Today let's continue with investigating logs. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ഭാഗം ലോഗ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് ലോഗ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിഡൻസ് കളക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. Now we are continuing with that topic, and if possible I will be going on to the next topic. It is for attacks. Okay, different types of attacks that are possible over the network. So part of that hopefully we will be able to finish. Okay, so കഴിഞ്ഞ ക്ലാസ്സിൽ we had done up to active works in the security center. Okay, so next is Linux process accounting. Okay, process accounting എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. Okay, so it processes logons and log off events. അപ്പോൾ എപ്പോഴൊക്കെ ലോഗോണോ ലോഗ് ഓഫോ നടക്കുന്നുണ്ടോ അത് പ്രോസസ് ചെയ്ത് ട്രാക്ക് ചെയ്യും. ആൻഡ് ഓൾ comments that are executed by the user that has logged on until he logs off is also tracked. Okay, the log files can be found in /var/admin or /var/log or /user/admin. Okay, administrators are the ones who should, enable the process accounting, and it is done using the account on ACCT on command. Okay, accounting on command ആണ് ACCT on. എല്ലാ മെസ്സേജസും, that is all, once process accounting is on, process accounting logs എല്ലാ മെസ്സേജസും ബൈനറി ഫോർമാറ്റിൽ ആണ് സ്റ്റോർ ചെയ്യുന്നത്, and it stores to a file in /var/log/process account PSACCT. Okay, and ഈ അഡ്മിനിസ്ട്രേറ്ററിന് ഈ ഫയലുകളെ ട്രാക്ക് ചെയ്ത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും യൂസിങ് ലാസ്റ്റ് കമൻസ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ട് എന്തൊക്കെയാണോ പുള്ളി കണ്ടത് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ലോഗ് ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കമൻസ് എന്നുള്ള ആ കമാൻഡ് LASTCOMM കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് എന്താണോ വ്യൂ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ റൈറ്റ് ചെയ്തോ ലോഗ് ഫയലിൽ അതെല്ലാം വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഈച്ച് പ്രോസസ്, ലോഗ് ചെയ്യുന്ന ഓരോ പ്രോസസ്സും ഈ ഇൻഫർമേഷനുകളാണ്, ഈ 4 ഇൻഫർമേഷനുകളാണ് ലോഗ് ചെയ്യുന്നത്. ഒന്ന്, എങ്ങനെയാണ് പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തിരുന്നത്, ഹൗ ദ പ്രോസസ് വാസ് എക്സിക്യൂട്ടഡ്, ഹൂ എക്സിക്യൂട്ടഡ് ദ പ്രോസസ്, വെൻ ദ പ്രോസസ് എൻഡഡ്, ആൻഡ് വിച്ച് ടെർമിനൽ ടൈപ്പ് വാസ് യൂസ്ഡ്. ഓക്കെ, സോ ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തത്, എപ്പോൾ എൻഡ് ചെയ്തു, എവിടെ നിന്ന് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ വിൽ ബി ലോഗ്ഡ് on into the when process accounting is on. Limitation is that he audits only the information after the execution of the process. The process നടന്ന് കഴിയുമ്പോഴാണ് ആ ലോഗ് ക്രിയേറ്റ് ആവുന്നത്. മോസ്റ്റ് ലോഗ്സ് ആർ ലൈക്ക് ദാറ്റ്. ഒരു ഇവന്റ് നടന്നതിന് ശേഷം നടക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ലോഗ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓഡിറ്റ്സ് only the execution of commands. അപ്പോൾ റൺ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഓഡിറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ആവില്ല. ബട്ട് ബൈ വാട്ട് ഇസ് ദെയർ ഇൻ ദ ലോഗ്സ് ആൻഡ് അതർ ഓഡിറ്റ് ട്രാക്സ്, അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്. യു സോ ദാറ്റ് ഏർലിയർ. ഓക്കെ, നൗ അടുത്തത് കോൺഫിഗറിംഗ് വിൻഡോസിന്റെ ലോഗിങ്. ഓക്കെ, വിൻഡോസിന്റെ ലോഗിങ്, ഗ്രൂപ്പ് പോളിസീസ് അറ്റ് ദ website or domain or organizational unit or at the local computer level. Okay, ഈ പോളിസി സെറ്റ് ചെയ്യാനായിട്ട് you can find audit policies in configuration, കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷനിൽ, അല്ലെങ്കിൽ വിൻഡോസിന്റെ സെറ്റിംഗ്സിൽ, സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ, ലോക്കൽ പോളിസീസ് ഓർ ഓഡിറ്റ് പോളിസി. ഓക്കെ, സോ ഈ പാത്തിലാണ് ഓഡിറ്റ് പോളിസീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. Configuration, Windows setting, security setting, local policies, audit policy. Okay, then and what events are needed to be logged, on off, ഏത് യൂസറും ആ ഗ്രൂപ്പ്, യൂസർ ഏത് ഗ്രൂപ്പിനാണോ ബിലോങ് ചെയ്യുന്നത് ആ മാനേജ്മെന്റ് ഗ്രൂപ്പ്, സെക്യൂരിറ്റി പോളിസീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, റീസ്റ്റാർട്ട് ആൻഡ് ഷട്ട് ഡൗൺസ്. കാരണം നോർമലി വിൻഡോസിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞിട്ട് അത് എഫക്റ്റീവായി വരണമെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവായി വരുന്നത്. സോ റീസ്റ്റാർട്ടും ഷട്ട് ഡൗൺസും ലോഗ് ചെയ്യും. ഓക്കെ, നൗ ഈ
ചെയ്യുന്ന കാര്യങ്ങൾ വ്യൂ ചെയ്യാനായിട്ട്, അഡ്മിനിസ്ട്രേറ്ററിന് വ്യൂ ചെയ്യാനായിട്ട് ഇവന്റ് വ്യൂവർ എന്ന് പറയുന്ന ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ടു എൻഷുർ ദാറ്റ് സെക്യൂരിറ്റി ലോഗ്സ് ആർ അവൈലബിൾ. ഇത് ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിങ് ഓൺ ആക്കി കൊടുക്കണം അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ അല്ലാതെ തന്നെത്താനെ ലോഗ്സ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, എന്തൊക്കെ ലോഗ്സ് ആണ് അഡ്മിനിസ്ട്രേറ്ററിന് കാണാൻ പറ്റുന്നത് വിൻഡോസിൽ? ആപ്ലിക്കേഷൻ ലോഗ്സ്, സെക്യൂരിറ്റി ലോഗ്സ്, സിസ്റ്റം ലോഗ്സ്, ഫയൽ റെപ്ലിക്കേഷൻ സർവീസ് ലോഗ്സ്, DNS മെഷീൻസ് contain DNS machine ഉണ്ടെങ്കിൽ DNS machines contains DNS events in the logs. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിൻഡോസിന്റെ ലോഗിൽ, ഇവന്റ് വ്യൂവർ എടുത്തു കഴിഞ്ഞാൽ ലോഗിൽ കാണാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ജസ്റ്റ് സ്ക്രീൻ, ഒരു സ്ക്രീൻഷോട്ട് ആണ്, ഗൂഗിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവന്റ് വ്യൂവർ, യു ക്യാൻ സീ ഓവർ ഹിയർ, ക്ലിയർ അല്ല ഇമേജ്, എന്നാൽ കൂടി യു ക്യാൻ സീ ദിസ്. വിൻഡോസ് ഉള്ളവർക്ക് ഇവന്റ് വ്യൂവർ സ്വയമായിട്ട് എടുത്തു നോക്കാം കേട്ടോ. ഇതിനകത്ത് ഫയൽ, ആക്ഷൻ, വ്യൂ, ഹെൽപ്പ് എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ വിൻഡോസിന്റെ ലോഗ്സ് ആ കാണാൻ പറ്റുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ആപ്ലിക്കേഷൻ ലോഗ്സ്, സെക്യൂരിറ്റി ലോഗ്സ്, സെറ്റപ്പ് ലോഗ്സ്, സിസ്റ്റം ലോഗ്സ്, ഇവന്റ് ഫോർവേഡിംഗ് ലോഗ്സ്. പിന്നെ ഇത് ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം വ്യൂസ് ആണ് നമുക്കുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. എടുക്കാൻ പറ്റുന്ന ആക്ഷൻസും കാര്യങ്ങളും, സേവ് ചെയ്യാം, കസ്റ്റം വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ഇവന്റ് വ്യൂവർ വെച്ചിട്ട് ലോഗ്സ് നമുക്ക് എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ കോൺഫിഗറിങ് വിൻഡോസ് ലോഗ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നൗ ഈ റിമോട്ട്, സോറി 1 സെക്കൻഡ്, ഓക്കെ, റിമോട്ട് ലോഗിങ് ഇൻ വിൻഡോസ് നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ അറ്റാക്കർ യൂഷ്വലി ട്രേസസ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ethical hacking is clearing the tracks. ഓക്കെ, സോ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ചെയ്യുന്നത് നോർമലി ഈ ലോഗ് ഫയൽസ്, ഇവന്റ് ഫയൽസിനെ ഡിലീറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ c:/winnt വിൻഡോസ് നെറ്റ്വർക്കിങ്ങിന്റെ സിസ്റ്റം 32 config file star.evt ഫയൽ, ഇവന്റ് ഫയൽ. ഇത് star.evt ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ലോഗ് ഡിലീറ്റ് ആയി പോകുന്നത്, ട്രേസർ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇനി ഇത് ഡിലീറ്റ് ആകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ലല്ലോ, സെക്യൂർ അല്ല എന്നാണല്ലോ. അപ്പൊ പിന്നെ ആ ലോഗിലുള്ള ഒരു കാര്യവും കോർട്ടിൽ അഡ്മിസിബിൾ ആയിരിക്കത്തില്ല. സോ ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സച്ച് ഡിലീറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് സാധാരണ ചെയ്യുന്നത് റിമോട്ട് ലോഗിങ് യൂസ് ചെയ്തിട്ട് ആ റിമോട്ട് ലോഗിങ് ഏത് ഡിവൈസിലാണോ ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ബട്ട് പ്രോബ്ലം ഇസ് വിൻഡോസ് inherently does not support remote logging. Okay, അതിന് ഒരു തേർഡ് പാർട്ടി യൂട്ടിലിറ്റി ലൈക്ക് NTSYSLog എനേബിൾ ചെയ്ത് റിമോട്ട് ലോഗിങ് ഇൻ വിൻഡോസ് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ഇനി NTSYSLog യൂട്ടിലിറ്റി ടൂൾ ആണ് ടു എനേബിൾ റിമോട്ട് ലോഗിങ്. ഓക്കെ, now by default NTSYSLog services run under the local system account. ഓക്കെ, സോ ഏത് ലോക്കൽ സിസ്റ്റം ആണ് ആ സിസ്റ്റത്തിന്റെ അക്കൗണ്ടിന്റെ കീഴിലാണ് ഈ NTSYSLog സർവീസ് റൺ ആകുന്നത്. അതിനൊരു GUI ടൂൾ ഉണ്ട്. NTSYSLog control is CNTRL is a GUI tool. Administrators can use it to configure which messages to monitor and the priority of use for each ടൈപ്പ്. അപ്പം നമുക്ക് ശരിക്കും ലോഗിങ് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട്, ലോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ സാധാരണ ഇതൊക്കെ വിൻഡോസ് രജിസ്ട്രിയിൽ നിന്നാണ് നമുക്ക് ചേഞ്ചസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം അതും കോൺഫിഗർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അനദർ തിങ് ഈ NTSYSLog കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they can specify the syslog host. Okay, that means ഏത് ലോക്കൽ സിസ്റ്റം ആണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും by using that local system's domain name or IP address. Okay, and redundancy മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഹോസ്റ്റുകളും കൂടെ കീപ്പ് ചെയ്തിട്ട് പലയിടത്തായിട്ട് ഈ റിമോട്ടായിട്ട് ലോഗ് ചെയ്യുന്ന ഇൻഫർമേഷൻ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും യൂസിങ് ദിസ് ടൂൾ. Okay, and this is a screen.
snapshot of NT syslog. ഓക്കെ, സോ എന്തെല്ലാം ഇവന്റ്സ് ആണ് ചെയ്യേണ്ടത്, ഫെസിലിറ്റി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, സിവിയറിറ്റി എന്ന് വെച്ചാൽ അലേർട്ടാണോ മറ്റേത്, ഇത് പുൾ ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളുണ്ടാകും. സോ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഉള്ള വാല്യൂസ് ആണ്. അതിലിപ്പം ഈ അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്തിരിക്കുന്നത് വാർണിംഗ് ഇവന്റ്സിനെ ഫോർവേഡ് ചെയ്യുക, എങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, എന്താണ് സിവിയറിറ്റി എന്ന് കാണിച്ചിരിക്കുന്നത്, ഫോർവേഡ് എറർ ഇവന്റ്സ് ആൻഡ് ഫോർവേഡ് ഓഡിറ്റ് ഫെയിലിയർ ഇവന്റ്സ്. ഇത്തരം കാര്യങ്ങളാണ് ഫോർവേഡ് ചെയ്യാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. Okay, now the next is event reporter. Okay, this event reporter എന്ന് പറയുന്നത് again is a tool which processes the event logs, passes through the logs എന്ന് വെച്ചാൽ അതിലൂടെ പോയി ചെറിയൊരു അനാലിസിസ് ചെയ്തിട്ട് റിസൾട്ട്സിനെ സെൻട്രൽ സിസ്ലോഗ് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഇവന്റ് റിപ്പോർട്ടർ ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ചെയ്യും ഇവന്റ് ലോഗ്സിനെ, സിസ്റ്റം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യും, ആൻഡ് വിൻഡോസ് സിസ്റ്റത്തിനെ മറ്റ് സിസ്റ്റംസുമായിട്ട്, ആ നെറ്റ്വർക്കിലുള്ള മറ്റ് സിസ്റ്റംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. എക്സ്ക്യൂസ് മീ. ഇവന്റ് റിപ്പോർട്ടറിലുള്ള ഫീച്ചേഴ്സ് ആണ് ഇറ്റ് മോണിറ്റേഴ്സ്, ഫിൽറ്റേഴ്സ്, കളക്ട്സ് ഡേറ്റ ആൻഡ് സെൻഡ്സ് അലേർട്ട്സ്. ഓക്കെ, വേറൊരു ടൂളാണ്, ഇനി കാണുന്ന കുറേ ടൂളുകളാകട്ടെ സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്, പക്ഷെ ലോഗ് അനലൈസ് ചെയ്ത് റിസൾട്ട്സ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇതെല്ലാം. ഓക്കെ, സോ ഇവന്റ് ലോഗ് അനലൈസർ, വെബ് ബേസ്ഡ് സിസ്ലോഗും ഇവന്റ് ലോഗ് മാനേജ്മെന്റ് സൊല്യൂഷൻ ആണിത്. ആൻഡ് ഇറ്റ് കളക്ട്സ്, അനലൈസസ്, ആർക്കൈവ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ ഇവന്റ് ലോഗ്സ്. നേരത്തെ പോലെ തന്നെ. ഓക്കെ, അഗെയിൻ നേരത്തെ പോലെ തന്നെ വിൻഡോസും മറ്റ് ഹോസ്റ്റുകളും റൗട്ടേഴ്സ്, സ്വിച്ചസ്, അതർ സിസ്ലോഗ് ഡിവൈസസ് എല്ലാത്തിൽ നിന്നും ഇവന്റ്സ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ആർക്കൈവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവന്റ് ലോഗ് അനലൈസർ. ഓക്കെ, ആൻഡ് പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് പിന്നെ താഴെ കാണുന്നത്. ഇവന്റ് ആർക്കൈവിംഗ്, ഓട്ടോമാറ്റിക് അലേർട്ടിംഗ്, പ്രീ ഡിഫൈൻഡ് ഇവന്റ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്ത് രീതിയിലാണോ റിപ്പോർട്ട് വേണ്ടത് അത് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും, ഹിസ്റ്റോറിക്കൽ ട്രെൻഡിങ്, സെൻട്രലൈസ്ഡ് ഇവന്റ് ലോഗ് മാനേജ്മെന്റ്. ഓക്കെ, ഇവന്റ് ലോഗ് അനലൈസറിന്റെ ഒരു എന്താ പറയാ വിൻഡോ, മെയിൻ സ്ക്രീൻ ആണ് ഈ കാണുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റപ്പും, മൈ റിപ്പോർട്ട്സ്, ഇവന്റ് റിപ്പോർട്ട്സ്, ട്രെൻഡ് റിപ്പോർട്ട്സ്, അതുപോലെ ഡാഷ്ബോർഡിൽ ടോട്ടൽ ഇവന്റ്സ് പെർ ഹോസ്റ്റ്, ദറ്റ് ഇസ് ഹോമിൽ മാത്രം കാണുന്ന കാര്യങ്ങൾ. യു കെൻ സി ഓവർ ഹിയർ ദർ ഇസ് റിപ്പോർട്ട്സ്, അലേർട്ട്സ്, സെറ്റിംഗ്സ്, ആസ്ക് മീ, സപ്പോർട്ട് എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. സോ ഹിയർ ഓരോ ഹോസ്റ്റിൽ എത്ര ടോട്ടൽ ഇവന്റ്സ് നടന്നിട്ടുള്ളതെന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇവിടെ ടോട്ടൽ ഇവന്റ്സ് പെർ ഇവന്റ് ടൈപ്പ്, ഓരോ ടൈപ്പ് ഓഫ് ഇവന്റിനനുസരിച്ച് എത്ര ടോട്ടൽ ഇവന്റ്സ് നടന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ഹോസ്റ്റിനെയും ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇവിടെ ജസ്റ്റ് കുറച്ച് സമ്മറൈസ്ഡ് ഇവന്റ്സ്, ഐ മീൻ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചിട്ടുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ടൈംസ് സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്, ഒന്നും കൂടെ വി ആർ ജസ്റ്റ് റീഐറ്ററേറ്റിംഗ്, ഗിവിംഗ് എ ഫ്യൂ മോർ ഡീറ്റെയിൽസ്, ലോഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇറ്റ് ഇസ് എസെൻഷ്യൽ ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് ക്ലോക്സ് ബി സിങ്ക്രണൈസ്ഡ്. അതിന് UTC യൂസ് ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടതാണ്. If computers' clocks are not synchronized, it is not possible to accurately correlate the actions that are logged on different computers. ഒരു നെറ്റ്വർക്കിലുള്ള പലതരം ഡിവൈസസിനെ കോറിലേറ്റ് ചെയ്ത് ഇവന്റ്സിനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിട്ട് വരാം. അതുകൊണ്ടാണ് സിങ്ക്രണൈസേഷൻ റിക്വയർഡ് ആയിട്ട് വരുന്നത്. അതിന് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട്. ആൻഡ് ഈ NTP-യുടെ ഫീച്ചേഴ്സ് ആണ് NTP is fault tolerant. ചെറിയ ഡിഫറൻസസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക്കലി അതിന് ചേഞ്ച് ചെയ്യും, എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും, ഓട്ടോ കോൺഫിഗർ യൂസ് ചെയ്തിട്ട്. സിങ്ക്രണൈസസ് മില്ലി സെക്കൻഡ് ആക്യുറസിയോടുകൂടി സിങ്ക്രണൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. ദിസ് NTP പ്രോട്ടോക്കോളിൽ UTC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് പോസിബിൾ ആക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, നൗ NTP വർക്ക് ചെയ്യുന്നത് സ്ട്രാറ്റംസിലാണ്, ലെയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് സ്ട്രാറ്റം 0 എന്ന് പറയുന്നതാണ് ശരിക്കും
പ്രോപ്പർ ആയിട്ട് ഏറ്റവും ലിറ്റിൽ ഡിലേ, ലെസ് ഡിലേയോടുകൂടി ഈ ടൈം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചുമതല സ്ട്രാറ്റം 0-യിലുള്ള സെർവേഴ്സിന്. ഓക്കെ, ആൻഡ് ഈ ഓരോ സ്ട്രാറ്റം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ 0 ആണ് പ്രൊവൈഡിങ് ദി കറക്റ്റ് ടൈം. അതിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടത് ഈ NTPയുടെ പ്രോട്ടോകോൾ ആണ് ഡിറ്റർമിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടേണ്ടത്. ഓക്കെ, സ്ട്രാറ്റം 0 എക്വിപ്മെന്റ്സ് എല്ലാം റെഫറൻസ് ക്ലോക്ക് ടൈംസ് ആണ്. ഇതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത് എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും UTC. ഓക്കെ, ദേ ആർ നോട്ട് ഡയറക്ട്ലി യൂസ്, ദാറ്റ് ഇസ് ഈ സ്ട്രാറ്റം 0-യിലേക്ക് ഡയറക്റ്റ് കണക്ഷൻസ് അല്ല, നെറ്റ്വർക്കിന്റെ സെർവേഴ്സിലേക്കാണ് സ്ട്രാറ്റം 0 കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്ട്രാറ്റം 1 സെർവേഴ്സിൽ നിന്നാണ് ബാക്കിയുള്ള നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട്സ് ഷോൺ ഓവർ ഹിയർ. ദീസ് ആർ ദ സ്ട്രാറ്റം 0 NTP പ്രോട്ടോകോൾ ഏറ്റവും ലീസ്റ്റ് ഡിലേ ഉള്ള സെർവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. മേജർ ശരിക്കും കറക്റ്റായിട്ട് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഓരോ ലെവലിലേക്ക് നമ്മൾ താഴെ വരുമ്പോഴത്തേനും ഡിലേ ക്യാൻ ബി മോർ. ഓക്കെ, ഈ സ്ട്രാറ്റം 1-ൽ നിന്നാണ് പിന്നെ ഓരോ നെറ്റ്വർക്കിന്റെ സെർവേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതും ആ സെർവേഴ്സിൽ നിന്നാണ് ബാക്കിയുള്ള ഡിവൈസസിലേക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനനുസരിച്ചാണ് ഹൗ ഫാർ അവേ ഫ്രം സ്ട്രാറ്റം 0 പർട്ടിക്കുലർ ഡിവൈസസ്, അതിനനുസരിച്ച് ഡിലേസ് അഡ്ജസ്റ്റ് ചെയ്ത് UTC ടൈമിംഗ് യൂസ് ചെയ്ത് NTP പ്രോട്ടോകോൾ വർക്ക് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് വിൻഡോസിൽ ഈ ടൈം സർവീസസ് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ 2-3 സ്ലൈഡ്സ് കാണാൻ പോകുന്നത്. ഒന്ന്, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ റൺ ക്ലിക്ക് ചെയ്യുക. റണ്ണിൽ ദി ഓൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കേട്ടോ. റണ്ണിൽ ഇഫ് വി ടൈപ്പ് രജിസ്റ്റർ എഡിറ്റ് എന്നിട്ട് ഓക്കെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ REG എഡിറ്റ് എന്ന് പറഞ്ഞ് ഓക്കെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ലൊക്കേറ്റ് ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ദ രജിസ്ട്രി സബ് കീ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെ താഴോട്ട് വരും. ആ താഴോട്ട് വരുന്ന കാര്യങ്ങളിൽ HKey ലോക്കൽ മെഷീൻ /system/current control set/services/W32 ടൈം പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ആ എൻട്രി നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിൽ വേറൊരു പെയിൻ ഉണ്ട്, അതിൽ ഇതുപോലെ പല ടൈം സോഴ്സസ് വരും. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ഓൺ റിലയബിൾ ടൈം സോഴ്സസ് ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ മോഡിഫൈ. എന്ന് വെച്ചാൽ റിലയബിൾ ടൈം സോഴ്സസിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മോഡിഫൈ ബട്ടൺ ഉണ്ടാവും, അത് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ഡീവേർഡ് വാല്യൂ, ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ഡീവേർഡ് വാല്യൂ ഉണ്ടാവും, അവിടെ 1 ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ വാല്യൂ ആൻഡ് ക്ലിക്ക് ഓക്കെ. Okay, ini another thing that we need to locate is HKey local machine systems current control set services W32 parameters. എന്നിട്ട് റൈറ്റ് പെയിനിൽ കാണുന്ന ലോക്കൽ NTP റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്ത് എഗെയിൻ അതിൻ്റെ എഡിറ്റ് വേർഡ് വാല്യൂവിൽ 1 ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് എഡിറ്ററിനെ രജിസ്ട്രിയുടെ എഡിറ്ററാണ്, അപ്പോൾ രജിസ്ട്രി എഡിറ്ററിനെ ക്വിറ്റ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടൈമിംഗ് നമ്മൾ കോൺഫിഗർ ചെയ്തു. ഓക്കെ, ഐ ഹോപ്പ് യു ദീസ് ആർ, ഇത് ജസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീൻഷോട്ട്സ് കാണിക്കുന്നില്ല. എഗെയിൻ ഇത് ഗൂഗിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഇമേജസ്. അപ്പോൾ ദിസ് ഈസ് ഇങ്ങനെ ഒരു റൺ സ്ക്രീൻ ആണ് വിൻഡോസ് 10-ൽ കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് രജിസ്ട്രി എഡിറ്റ് എന്ന് പറഞ്ഞാൽ REGEDIT എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും യു വിൽ സീ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി HKEY. യു ക്യാൻ നേരത്തെ നമ്മൾ കണ്ടത് ഇതിൻ്റെ അകത്ത് HKEY ലോക്കൽ മെഷീൻ /system. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടിയത്. സോ ഇതിൻ്റെ അകത്ത് യു ക്യാൻ സി ഉണ്ടോ ലോക്കൽ മെഷീൻ. ഓക്കെ, ഈ ലോക്കൽ മെഷീൻ്റെ അകത്ത് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് പെയിനിൽ പല കാര്യങ്ങൾ വരും. സിസ്റ്റം എന്ന് പറഞ്ഞ് എടുക്കുക, ഈ സിസ്റ്റം എടുക്കുക, എന്നിട്ട് സിസ്റ്റം എടുത്ത് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക്, ആ പറഞ്ഞ സംഭവത്തെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മോഡിഫൈ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വിൻഡോസ് സിസ്റ്റം ഉള്ളവർക്ക് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കാം.
എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യണോ വേണ്ടിയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. ലോഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഓക്കെ. അടുത്തത് കമാൻഡ് പ്രോംപ്റ്റിൽ ഫോളോയിങ് കമാൻഡ് നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ വിൻഡോസ് ടൈം സർവീസസ്, ഞാൻ പറഞ്ഞല്ലോ വിൻഡോസിൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. ഓക്കെ, സോ ഈ മറ്റ് സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്ത് രജിസ്റ്റർ മോഡിഫൈ ചെയ്തതിന് ശേഷം റൺ കമാൻഡിൽ നെറ്റ് സ്റ്റോപ്പ് win32 ടൈം ആൻഡ് നെറ്റ് സ്റ്റാർട്ട് win32 ടൈം എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്യണം. അപ്പോൾ ആ win32 ടൈം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ദാറ്റ് ഈസ് ടു റൺ ദിസ് ഓൺ ഓൾ കമ്പ്യൂട്ടേഴ്സ്. ലോക്കൽ കമ്പ്യൂട്ടർ ടൈംസ് എഗെയിൻസ്റ്റ് ദ സെർവർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ win32 TM -S എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ദ കമാൻഡ് is going to be run for all computers other than the time zone. അപ്പോൾ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡാണ് ഇത്. Okay, now with that we have completed investigating logs. Okay, ഇനി അടുത്തത് we are moving to investigating web attacks. അതിൽ ഇന്ന് I am not going to do everything. We are going to do just the initial section. We will continue in the next class. Okay, indications of a web attack. ഒരു വെബ് അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് എന്ത് ഇൻഡിക്കേഷൻസ് ആ ഉള്ളതെന്നാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത്. അപ്പോഴാണ് ലോഗിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് there is a problem. Okay, so customers being unable to access any online services, possibly due to a denial of service attack. Okay, possibly due to a denial of എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ അൺഎബിൾ ടു ആക്സസ് സർവീസസ്, URLs കറക്റ്റ് URLs നമ്മൾ കൊടുക്കുമ്പം ഇൻകറക്റ്റ് സൈറ്റ്സിലേക്ക് റീഡയറക്റ്റ് ആവുക, സ്ലോ, അതൊരു വലിയ ഇൻഡിക്കേഷൻ. നമ്മുടെ സിസ്റ്റം സ്ലോ ആകുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ് ഇസ് റോങ്. ഓക്കെ, റീബൂട്ട്സ് തന്നെത്താനെ പിന്നെയും ഫ്രീക്വന്റ് ആയിട്ട് സെർവേഴ്സ് റീബ്യൂട്ട് ആവുകയാണെങ്കിൽ ദർ മൈറ്റ് ബി എ പ്രോബ്ലം. ലോഗ്സിൽ അനോമലീസ് ഉണ്ടാവുകയാണെങ്കിൽ എറർ മെസ്സേജസ് ലൈക്ക് 500 എറർ, ഓക്കെ, ദാറ്റ് ഇസ് ഇന്റേണൽ സെർവർ എറർ, പ്രോബ്ലം പ്രോസസിങ് യുവർ റിക്വസ്റ്റ് എറർ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണുവാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ദാറ്റ് ദർ ആർ പ്രോബ്ലംസ്. ഇന്ന് ഇഫ് ഐ എം ഓൺലി പ്ലാനിങ് ടു ടേക്ക് ടൈപ്സ് ഓഫ് വെബ് അറ്റാക്ക്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വെബ് അറ്റാക്സും ടൈപ്സ് ഓഫ് വെബ് അറ്റാക്സും മാത്രമേ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വി വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദ സെയിം ടോപ്പിക്. ഓക്കെ, ഇനി ഇത്രയും അറ്റാക്കുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് ഇൻ ജനറൽ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന അറ്റാക്കുകളാണ്. ഓക്കെ, വെബ് അറ്റാക്സ്. സോ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക്, XSS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി, CSRF, SQL injection, code injection, command injection, parameter tampering, cookie poisoning, buffer overflow, cookie snooping, DMZ, demilitarized zone എന്നാണ് DMZ ന്റെ ഫുൾ ഫോം. I think you all would have learned it with networking. Okay, ആ പ്രോട്ടോകോളിനെ അറ്റാക്ക് ചെയ്യുക, 0-day attack. ഇതാണ് ഇൻ ജനറൽ ഈ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന കുറെ അറ്റാക്കുകൾ. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഈച്ച് ഓഫ് ദീസ് സെപ്പറേറ്റ്ലി. ഓക്കെ, ഫസ്റ്റ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, XSS. ഇതെന്തോ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ലെയറിനെ ഹാക്ക് ചെയ്ത് വെബ്സൈറ്റിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, മലീഷ്യസ് ആയിട്ടുള്ള ഷോർട്ട് സ്ക്രിപ്റ്റ്സ് ഒറിജിനൽ സ്ക്രിപ്റ്റ്സിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നതിനാണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ കോഡ് മിക്കവാറും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാതെ കീപ്പ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ കോഡിനെ എഡിറ്റ് ചെയ്ത് ആ വെബ്സൈറ്റിൽ പിന്നെ റിക്വസ്റ്റ് വരുമ്പോഴത്തേനും റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. Okay, this can be either a stored attack
or it can be a reflected എന്ന് വെച്ചാൽ ഒരിടത്തു നിന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് മേടിച്ച് കഴിയുമ്പോഴത്തേനും അത് റിഫ്ലക്ട് ചെയ്യുന്ന അറ്റാക്ക് ആകാം. ഇനി ഇൻവെസ്റ്റിഗേഷനിൽ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്സിനെ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യം HTML ടാഗ്സിനെ ഫോർമാറ്റ് ചെയ്യാം. അപ്പൊ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് കൂടാതെ ടെക്സ്റ്റ് ഫോർ ടാഗ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഹിഡൻ കോഡ്സ് യൂസ് ചെയ്യാം. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സം ഓഫ് ദം. യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. സോ ആ കോഡ്സ് നമ്മൾ പരിശോധിച്ച് നോക്കുക, എന്താണ് ആ കോഡ്, അപ്പൊ അത് എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ആകുന്നത് ഇൻ ദി ആക്ച്വൽ വെബ്സൈറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അനദർ ഓപ്ഷൻ ഇസ് റെഗുലർ എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ് ടു, ദാറ്റ് ഇസ് നമുക്ക് ക്വരി ചെയ്യുന്നത് പോലെ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് ഈ അറ്റാക്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യുന്നത് ഇതുപോലെ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് ഏത് തരം അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡിസൈഫർ ചെയ്ത് നോക്കാനാണ് ശ്രമിക്കുക. ദീസ് ആർ സം, ഒത്തിരിയാണ് ഉണ്ട്. ഐ ജസ്റ്റ് ഗിവൺ എ ഫ്യൂ എക്സാമ്പിൾസ്. ആദ്യത്തെ ടേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് expressions, regular expressions that checks for various characters and their hex equivalents. So ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സോ അതിൻ്റെ ഹെക്സാഡെസിമൽ ഈക്വൽ വെച്ചോ നമുക്ക് ഒരു ഇൻസേർഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ %3C എന്ന് പറയുന്നത് ഇസ് ദ സ്ട്രിങ് that can be used for angle bracket, that means ഈ ലെസർ ദാൻ സിമ്പിൾ ഇല്ലേ, അതാണ് ഓപ്പൺ ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അതിനെ ചെക്ക് ചെയ്യാനോ ഓർ ആംഗിൾ ബ്രാക്കറ്റ് വെച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്നതിന് ദർ ഇസ് സ്പെസിഫിക് മീനിങ്സ്. അതുകൊണ്ടാണ് ബാക്ക്വേർഡ് സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുമ്പോഴാണ് ആ സ്ലാഷിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നത്. സോ percentage, that the string value for forward slash is 2f. So ഈ regular expression യൂസ് ചെയ്താണ് checks for forward slash. ഇതുപോലെ പലതരം സ്ട്രിങ്ങുകൾ യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് an example for alphanumeric data. So small a to small z or 0 to 9. ഇത് യൂസ് ചെയ്ത്, ആൻഡ് പ്ലസ് എന്ന് പറയുന്നത് ഇത് തന്നെ ദാറ്റ് ഇസ് നിങ്ങൾ കമ്പൈലർ ഡിസൈൻ പഠിച്ചിട്ടുണ്ടോ, ഓട്ടോമേറ്റഡ് തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ എന്താ പ്ലസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. ആ സെയിം റൂൾസ് ആണ് റെഗുലർ എക്സ്പ്രഷൻ കേട്ടോ. സോ ദിസ് ഇസ് ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റിനെ ചെക്ക് ചെയ്യാനായിട്ട് %3e is the hexadecimal value and the percentage shows hexadecimal value. So 3e is the hexadecimal value and the actual character is open bracket. So ഇങ്ങനെ കുറെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഒരു എക്സ്ട്രാ ക്യാരക്ടറോ എന്തെങ്കിലും ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. Now similar to that, sources, that is regular expressionൽ ഇമേജസ് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുവാ ഇൻസേർഷൻസ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ ബ്രാക്കറ്റ് ഇമേജ്, ദാറ്റ് ഇസ് IMG, ദാറ്റ് ഇസ് ഇത് സീക്വൻസ് ആണ്. ഈ സീക്വൻസിന് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ആ കമാൻഡ് സ്ക്രിപ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പം നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റിലുമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. സോ സ്ക്രിപ്റ്റ് ഇമേജ് എന്നിട്ട് ഇതുപോലെ ചെക്ക് ഫോർ എനി ക്യാരക്ടർ അതർ ദാൻ ദ ന്യൂ ലൈൻ. സോ ഓപ്പൺ ബ്രാക്കറ്റ് IMG കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇമേജ് സോഴ്സസ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം നോർമലി ഇമേജസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വേറെ പലതരം കോഡ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. സോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെക്കിങ് ചെയ്യുന്നത്. ദാറ്റ്സ് ജസ്റ്റ് a small set of things. There are so many other things also that needs to be checked. Now, cross-site request forgery. എന്താണ് cross-site request forgery? Attacker victimനെ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നതിനാണ് cross-site request forgery എന്ന്
കാണിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫോം കൊടുത്തിട്ട് വിക്ടിം ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കും ഈ ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ഫോർജറി നടത്തുന്നത്. സോ വാട്ട് ദി അറ്റാക്കർ ഡസ് ഇസ് ഹി ക്രിയേറ്റ്സ് എ ഫോം containing malicious information and then he sends it to authentic users. ഇത് അറ്റാക്കറിന്റെ ഫോം ആണെന്ന് അറിയാതെ ഈ യൂസർ എടുത്ത് ആ ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരാ ശരിക്കും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ യൂസർ തന്നെയാണ്, ഒത്തന്റിക് ആയിട്ടുള്ള യൂസർ തന്നെയാണ്. ആൻഡ് ബിക്കോസ് ഡേറ്റ ഈസ് കമ്മിങ് ഫ്രം എ ട്രസ്റ്റഡ് യൂസർ, ആ സെർവറിൽ ആ ഡേറ്റ ആക്സെപ്റ്റ് ചെയ്ത് റൺ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് a request forgery. അറ്റാക്കർ ഡയറക്ട്ലി സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഒത്തന്റിക് യൂസറിന്റെ ത്രൂ ഈ റിക്വസ്റ്റ് ഫോർജ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെൻ ടെസ്റ്റിംഗ്, ഫീൽഡ്സിനെ വാലിഡേറ്റ് ചെയ്യുക. സോ പെൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട്, പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആണ് കേട്ടോ പെൻ ടെസ്റ്റിംഗ്. പെൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്ത് ഓരോ ഫീൽഡുകളും പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റയാണ് ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എൻഷുർ ചെയ്യുന്നതിനാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. സോ ബിഫോർ എ ഫോം ഇസ് ഫിൽഡ് ഇൻ, പെൻ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുക that the form is valid. അടുത്തത് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക്. SQL-നെ ഇഞ്ചക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഒരു SQL ക്വയറി യൂസർ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ആൻസേഴ്സിനെ ലൈക്ക് ഡേറ്റാബേസിൽ നിന്നുമുള്ള കാര്യങ്ങൾ ഡംപ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദിസ് ഒക്കേഴ്സ് വെൻ ദി അറ്റാക്കർ പാസസ് malicious SQL കോഡ് ടു എ വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ഡേറ്റ എന്ന് പറയുന്നത് SQL ക്വരി ത്രൂ ആണ് യൂസറിന് ഇൻഫർമേഷൻ കിട്ടാൻ പറ്റുന്നത്. സോ ആ SQL ക്വരി നമുക്ക് ആവശ്യമുള്ളത്, എനിക്കിപ്പം എൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് എൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് കിട്ടേണ്ടതെങ്കിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ടെക്സ്റ്റോ വല്ലതും ആ ഫോമിൽ കാണും. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ രജിസ്റ്റർ നമ്പർ SQL ക്വരിയിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റാബേസ് ഇന്ന് റിസൾട്ട് എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ രജിസ്റ്റർ നമ്പറിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ പല കാര്യങ്ങളും അതിൻ്റെ അകത്തുനിന്ന് കിട്ടാം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അകത്ത് കാണുവാണ് സ്റ്റുഡൻറ് ID ഇൻസേർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് സ്റ്റുഡൻറ് ഇസ് എൻറ്ററിങ് 1 2 2 2 3 4 5 ഓർ 1 ഈസ് ഈക്വൽ ടു 1. 1 ഈസ് ഈക്വൽ ടു 1 എന്ന് ഓർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് either this can be true or this can be true. Okay, so 1 is equal to 1 is always true. സോ കാണിക്കുന്നത് എന്തുവാ, രജിസ്റ്റർ നമ്പറിന് പകരം അതിൻ്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങ് ഡിസ്പ്ലേ ചെയ്യും. Okay, so what has happened? The data of all the students in that particular file or table has been compromised. Okay, ഇതിനെയാണ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയും. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇഞ്ചക്ഷൻ നടന്നിട്ടുണ്ടോ, അറ്റാക്ക് ഉണ്ടോ, എവിഡൻസ് ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ലോഗുകളാണ് യൂസ് ചെയ്യുന്നത്. IDS ലോഗ് ചെക്ക് ചെയ്യാം, ഡേറ്റാബേസ് സെർവറിന്റെ ലോഗ് ചെക്ക് ചെയ്യാം, വെബ് സെർവറിന്റെ ലോഗ് ഫയൽസും ചെക്ക് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ we should get indications of SQL injection attack. അടുത്തത് കോഡ് ഇഞ്ചക്ഷൻ അറ്റാക്ക്. ഇത് SQL ഇഞ്ചക്ഷൻ പോലെ തന്നെയാണ്, പക്ഷേ കോഡാണ്, മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഇഞ്ചക്ട് ചെയ്യുന്നത്. സോ വെൻ ദ യൂസർ സെൻഡ്സ് എനി ആപ്ലിക്കേഷൻ ടു ദ സെർവർ, an attacker hacks the application and adds scripts. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ കമാൻഡുകളോ ഷോർട്ട് സ്ക്രിപ്റ്റ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ചേർത്തായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് കോഡ് ഇഞ്ചക്ഷൻ. ഓക്കെ, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പ്രീവിയസ്ലി നമ്മൾ കണ്ടതുപോലെ തന്നെ IDS നമ്മൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ ലോഗ്സ് ചെക്ക് ചെയ്യാൻ ആണ് പറ്റുന്നത്. സോ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസും മറ്റ് സാൻഡ് ബോക്സ് ആയിട്ട്, ദാറ്റ് ഇസ് വെർച്വൽ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ OS-ൽ നിന്നും നമുക്ക് ഈ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കോഡ് അറ്റാക്കുകൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി IDS നോർമൽ കേസിൽ സസ്പിഷ്യസ് ആയിട്ടുള്ള പേലോഡ്സ് ഉണ്ട് എന്ന് സസ്പെക്ട് ചെയ്യുന്ന പാക്കറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ വേറെ എൻവയോൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നത്.
ഓക്കെ, സോ ആ പേലോഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ എൻവയോൺമെന്റ് മോണിറ്റർ ചെയ്തിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കോഡ് ഇഞ്ചക്ഷൻ അറ്റാക്ക് ആണോ നടന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പാരാമീറ്റർ ടാമ്പറിങ്. ഇതിപ്പോ നോർമൽ കേസിൽ ഇപ്പോഴും ലൈക്ക് ചില മൂവീസ് ഒക്കെ നമ്മൾ ലൈക്ക് ഐ എം സെയിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്, ചില യുനോ വെബ്സൈറ്റ്സിൽ നമുക്കിപ്പോൾ എപ്പിസോഡ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ എപ്പിസോഡ് 1 സീരീസ് ഇന്നത് സീസൺ ഇന്നത് എപ്പിസോഡ് 1 എപ്പിസോഡ് 2, അപ്പൊ നമ്മൾ ആ URL കയറി തന്നെ 3, 4, 5 എന്ന് കൊടുക്കുമ്പോൾ അടുത്തടുത്ത എപ്പിസോഡ്സ് വരാം. ഓക്കെ, സോ അതേപോലത്തെ ഒരു ടാമ്പറിംഗ് ആണ് ഇത്. URL യൂസറിന്റെ ID ഇങ്ങനെ ഇൻ ടെക്സ്റ്റ് ഫോം, പ്ലെയിൻ ടെക്സ്റ്റ് ഫോമിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ യൂസർ ID നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ യൂസേഴ്സിന്റെ ഡേറ്റ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നോർമൽ കേസിൽ ഇങ്ങനെ യൂസറിന്റെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒന്നും URL ഡയറക്ട്ലി പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കില്ല, അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. So this sort of tampering will not be possible, but earlier this was possible. Okay, അടുത്തത് cookie poison. Cookies എന്ന് പറയുന്നത് is normally stores our personal information and ഒരു particular വെബ്സൈറ്റിന്റെ പ്രിഫറൻസസ് അലൗ ചെയ്യുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് കുക്കീസിൽ സ്റ്റോർഡ് ആകുന്നത്. അപ്പൊ കുക്കീസ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചില വെബ്സൈറ്റ്സിൽ നമ്മൾ കാണുമ്പോൾ they are actually telling us is that those cookies are going to be stored on our web pages. ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. പേഴ്സണൽ ഇൻഫർമേഷൻ അതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിന് നമ്മുടെ ഇൻഫർമേഷൻ അങ്ങനെ കളക്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിലും ഈ കുക്കീസ് യൂസ് ചെയ്യാം. ആൻഡ് അതേഴ്സ് ക്യാൻ ഓൾസോ ഹാക്ക് ആൻഡ് ടേക്ക് ഇൻഫർമേഷൻ ഫ്രം ദ കുക്കീസ്. അതുകൊണ്ടാണ് കുക്കി പോയിസണിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ട് വരുന്നത്. നോർമലി നമ്മൾ ആ സെഷൻ വെബ്സൈറ്റുമായിട്ടുള്ള സെഷൻ ക്ലോസ് ചെയ്യുമ്പോൾ കുക്കീസിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇപ്പൊ നോർമലി സെക്യൂർ സൈറ്റ്സ് ആണെങ്കിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി കുക്കി പോയിസണിങ് അറ്റാക്സ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രൂഷൻ പ്രിവെൻഷൻ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു അറ്റാക്കിനെ നമ്മുടെ കുക്കീസിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യും. Okay, so cookies set command are given by the web server. ഇതിനെ ട്രേസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇൻട്രൂഷൻ പ്രിവെൻഷൻ പ്രോഡക്റ്റിൽ ഉണ്ടാവും. അത് കൂടാതെ HTTPS അല്ലാത്ത റിക്വസ്റ്റുകൾ ക്യാച്ച് ചെയ്ത് അത് കറക്റ്റ് ആയിട്ടുള്ള കുക്കി ഇൻഫർമേഷനുമായിട്ട് സെൻഡ് ചെയ്തിരിക്കുന്ന കുക്കി ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും ഈ പ്രിവെൻഷൻ പ്രോഡക്ട്സിൽ ഉണ്ട്. ഓക്കെ, സോ സെക്യൂർ അല്ലാത്ത സൈറ്റുകളിൽ നിന്നാണ് നോർമൽ കേസിൽ കുക്കീസ് ഇതുപോലെ പോയിസൺ ചെയ്യാനോ ഈ അറ്റാക്സ് നടക്കാനോ ചാൻസ് ഉള്ളത്. സോ ബോത്ത് ദീസ് പ്രൊവിഷൻസ് ആർ ദർ. ഓക്കെ, അടുത്തത് ബഫർ ഓവർഫ്ലോ. ഓക്കെ, ഒരു നോർമൽ കേസിൽ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്നത് ഇപ്പം നടക്കാറില്ല, കാരണം മെമ്മറിയിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യാറ് പതിവ് ഇപ്പോൾ. But earlier, this used to be a problem. If a program stores more data in a buffer area, okay, that is, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സൈസ് ഇന്നതാണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന സൈസ് മോർ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഓവർഫ്ലോ ഒക്കർ ചെയ്യും, എന്നിട്ട് ഒരു എറർ കാണിക്കണം. ഓക്കെ, ഈ ഓവർഫ്ലോ ഒക്കർ ചെയ്യുമ്പം ദ എക്സസ് ഡേറ്റ വിൽ ഓവർഫ്ലോ ഇൻ ടു ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻസ്. അപ്പൊ സംഭവിക്കുന്നത് എന്തുവാ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐദർ ഒരു ബഫർ അല്ലെങ്കിൽ ഒരു മെമ്മറിനെ ഓവർറൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റയെ കറപ്റ്റ് ചെയ്യും. അതാണല്ലോ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അല്ലായിരിക്കും ആ ബഫറിലുള്ളത്, നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഇപ്പൊ ആ ബഫറിലുള്ളത്, കാരണം ഓവർഫ്ലോ ചെയ്ത് സ്പില്ല് ചെയ്ത് വേറെ കുറെ സാധനങ്ങൾ അപ്പുറയോട്ടും കൂടെ എഴുതി. ഓക്കെ, സോ ഇത് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് എറർ ത്രോ ചെയ്യാം. യു ഷുഡ് ക്യാച്ച് ദ എറർ ആൻഡ് ത്രോ എക്സെപ്ഷൻസ്. അത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിറ്റക്ഷൻ മെത്തേഡാണ് നെബുല എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ബേസ്ഡ് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് ഡിറ്റക്ഷൻ. നെറ്റ്വർക്ക് ബേസ്ഡ് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് ഡിറ്റക്ഷൻ.
Okay, അത് ചെയ്യുന്നത് it monitors the packets in the network traffic, and it makes sure the changes have not occurred in the buffer. ഇനി അഥവാ ഓവർഫ്ലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അലേർട്ട് ത്രോ ചെയ്ത് അഡ്മിനിസ്ട്രേറ്ററിന് അറിയാനായിട്ട് മെസ്സേജസ് കൊടുക്കും. ദാറ്റ് ഇസ് ബഫർ ഓവർഫ്ലോ അറ്റാക്ക്. ഇനി അതർ ടൈപ്സ് ഓഫ് അറ്റാക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ഒന്ന് കുക്കി സ്നൂപ്പിംഗ്. ഇത് നേരത്തെ പറഞ്ഞതാണ്. ഒരു വിക്ടിമിന്റെ സിസ്റ്റത്തിലുള്ള കുക്കീസ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും അറ്റാക്കറിന് ആ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്ത് കഴിയുമ്പോൾ ഈ വിക്ടിമിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ലൈക്ക് യൂസർ നെയിംസ്, പാസ്വേഡ്സും അവരുടെ പ്രിഫറൻസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് എ പോസിബിലിറ്റി. അങ്ങനെ കുക്കി സ്നൂപ്പിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂസറിന്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് അറ്റാക്കറിന് അയാളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാനും യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അടുത്തത് ഇസ് ഡീമിലിറ്ററൈസ്ഡ് സോൺ പ്രോട്ടോകോൾ അറ്റാക്ക്. ഓക്കെ, ഈ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് നെറ്റ്വർക്ക് സോൺ ആണ്. ഇറ്റ് ഇസ് കെപ്റ്റ് സെപ്പറേറ്റ് ഫ്രം അൺട്രസ്റ്റഡ് ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റിൽ നിന്നുള്ള ആക്സസിൽ നിന്നും മാറ്റി വെച്ചിരിക്കുന്നതാണ് ശരിക്കും ഈ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത്. സപ്പോസ് ടു ബി ഓൺലി ദോസ് ഡിവൈസസ് കണക്റ്റഡ് ദാറ്റ് can be trusted by the organization, organization or company. Okay, initially World Warന്റെ സമയത്ത് മിലിറ്ററി യൂസ് ചെയ്തിരുന്നതാണ് ഈ പർട്ടിക്കുലർ പ്രോട്ടോകോൾ. ഓക്കെ, ഇതിന്റെ സെക്യൂരിറ്റി, ഈ പ്രോട്ടോകോളിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് there are certain methods. ഡീമിലിറ്ററൈസ് സോണിൽ നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്താൽ തന്നെ സെക്യൂർ ആണെന്നുള്ളതാണ് പ്രോട്ടോകോൾ എൻഷുർ ചെയ്യുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദി അറ്റാക്ക്. പക്ഷേ there are methods by which attacks can be put into place. സോ അതും കൂടെ പ്രോട്ടോകോളിനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡീമിലിറ്ററൈസ്ഡ് പ്രോട്ടോകോളും IDS യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കീപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് സീറോ ഡേ അറ്റാക്ക്. ഓക്കെ, സീറോ ഡേ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. ദിസ് അറ്റാക്ക് ഹാസ് നോട്ട് ബീൻ പ്രീവിയസ്ലി നോൺ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന അറ്റാക്കുകളെയാണ് സീറോ ഡേ അറ്റാക്ക് എന്ന് പറയുന്നത്. പ്രോബ്ലം ഇസ്, ഇത് നേരത്തെ അതിൻ്റെ സിഗ്നേച്ചേഴ്സ് ഒന്നും നമുക്ക് അറിയത്തില്ലാത്തത് കാരണം ഓട്ടോമാറ്റിക്കലി ആ അറ്റാക്ക് എന്താണ് എന്ന് പഠിക്കുന്നിടം വരെ ഓൾ സിസ്റ്റംസ് ആർ വൾണറബിൾ ടു ദീസ് അറ്റാക്സ്. ഓക്കെ, സോ പ്രിവെന്റീവ് മെഷേഴ്സ് നേരത്തെ എടുക്കാനായിട്ട് ഡിഫിക്കൽട്ടാണ് വെൻ വി ഡോണ്ട് നോ വാട്ട് ദി അറ്റാക്ക് ഇസ്. ദാറ്റ് കൈൻഡ് ഓഫ് അറ്റാക്ക് ഇസ് കോൾഡ് സീറോ ഡേ അറ്റാക്ക്. സോ എനിത്തിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ പർട്ടിക്കുലർ കേസിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലോഗ്സ് ടാമ്പറിങ്. നമ്മളെ സംബന്ധിച്ച് എവിഡൻസ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത് ലോഗുകളിൽ നിന്നാണ്. സോ പലതരം ലോഗുകളുണ്ട്. വി സോ ദാറ്റ് ഓൾറെഡി. സോ നോർമൽ യൂസേജ് പാറ്റേൺസിനെ ഡിഫർ ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലോഗ്സിൽ കാണാൻ പറ്റുവാണെങ്കിൽ അത് ട്രാക്ക് ചെയ്ത് അറ്റാക്കർ അത് ലോഗുകൾ ഡിലീറ്റ് ചെയ്തോ മോഡിഫൈ ചെയ്തോ ഇൻഫർമേഷൻ ഏതേലും ചേഞ്ച് ചെയ്യോ ഡിസ്ട്രോയ് ചെയ്യോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ലോഗ്. അപ്പം ലോഗിനെ ടാമ്പർ ചെയ്യാനായിട്ട് ഒരു പ്രൊവിഷനും ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, സെക്യൂർ ലൊക്കേഷൻസിൽ ലോഗ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. സോ ഇഫ് ഇൻ വൺ പ്ലേസ് എനി ടാമ്പറിങ് ഹസ് ഹാപ്പൻ, അതർ സെക്യൂർ ലൊക്കേഷൻസ് ക്യാൻ ബി ചെക്ഡ് ടു സീ വെദർ ദ ലോഗ് ഹാസ് ബീൻ ടാമ്പേർഡ് വിത്ത് ഓർ നോട്ട്, ആൻഡ് ഏത് രീതിയിലാണ് ടാമ്പർ ചെയ്തതെന്നുള്ളതും കണ്ടുപിടിക്കാനായിട്ട് കമ്പാരിസൺ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദിസ് വി സോ ഓൾറെഡി ഏർലിയർ. ഓക്കെ, അടുത്തത് ഒത്തന്റിക്കേഷൻ ഹൈജാക്കിംഗ്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഒരു അറ്റാക്കർ നമ്മുടെ അക്കൗണ്ട്സ് ഹൈജാക്ക് ചെയ്യുന്നതിനാണ് ഒത്തന്റിക്കേഷൻ ഹൈജാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതേതെങ്കിലും രീതിയിൽ കുക്കീസ് ഇസ് വൺ മെത്തേഡ് ബൈ വിച്ച് അവർ പേഴ്സണൽ ഇൻഫർമേഷൻ ക്യാൻ ബി ഹൈജാക്ട് ആൻഡ് attackers can take control of our email or our bank details or things like that. Where three methods on the cookies is just one method. Okay, ഇനി അഥവാ authentication hijacking നടന്നാൽ then it can lead to theft of services, session hijacking, impersonation, disclosure of
സെൻസിറ്റീവ് ഇൻഫർമേഷൻ, പ്രിവിലേജ് എസ്കലേഷൻ എക്സെട്ര ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഒത്തന്റിക്കേഷൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ, ഡോണ്ട് അലൗ യുവർ ബ്രൗസർ ടു സേവ് യുവർ പാസ്വേഡ്സ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ റൈറ്റ് ക്ലിക്ക് ഓൺ യുവർ ബ്രൗസർ ആൻഡ് ജസ്റ്റ് ഷോ പാസ്വേഡ്സ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മുടെ പാസ്വേഡ്സ് കാണിക്കും. അപ്പൊ സെൻസിറ്റീവ് ആയിട്ടുള്ള, സോ ഐ എം നോട്ട് സേയിങ് ദറ്റ് ഡോണ്ട് സ്റ്റോർ ദ പാസ്വേഡ് ഓഫ് സം ആപ്ലിക്കേഷൻ ദാറ്റ് യു ആർ യൂസിങ്. വാട്ട് ഐ എം സേയിങ് ഇസ് ഡോണ്ട് സേവ് ദ പാസ്വേഡ് ഓഫ് places where you have sensitive information, financial information. അങ്ങനത്തെയൊക്കെ വെബ്സൈറ്റ്സിന്റെ പാസ്വേഡ്സ് ഒരിക്കലും സ്റ്റോർ ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിൽ വെക്കരുത്. ഓക്കെ, കാരണം നമ്മൾ അങ്ങനെ വെക്കുമ്പം ഇഫ് അവർ ബ്രൗസർ ഗെറ്റ്സ് ഹാക്ഡ്, ഓൾ ദീസ് പാസ്വേഡ്സ് വിൽ ബി അവൈലബിൾ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ഫർഗെറ്റ് ടു ലോഗ് ഓഫ്. ഇപ്പോഴത്തെ കേസിൽ സാധാരണ നമ്മൾ വെബ് ബ്രൗസറിനെ ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലോഗ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രൗസറിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇഫ് യു ഫർഗെറ്റ് ടു ലോഗ് ഓഫ്, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് കയറി ആ ഇൻഫർമേഷൻ എടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ, ദാറ്റ് ഈസ്, യു അക്കൗണ്ട് ഓപ്പൺ ആക്കി വിട്ടേക്കുന്നതിന് തുല്യമാണല്ലോ. എനിബഡി ക്യാൻ ഗെയിൻ ആക്സസ് ടു ദ ആപ്ലിക്കേഷൻ ആൻഡ് യൂസ് യുവർ അക്കൗണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. റിമെമ്പർ കൊടുക്കുന്നതിന് പകരം ഈ വെബ്സൈറ്റിന് നോട്ട് നൗ അല്ലെങ്കിൽ നെവർ ഫോർ ദിസ് സൈറ്റ് എന്ന് പറഞ്ഞ്, എസ്പെഷ്യലി ബാങ്കോ മറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നെവർ ഫോർ ദിസ് സൈറ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, വെൻ ദ ബ്രൗസർ ആസ്ക്സ് യു ടു സേവ് പാസ്വേഡ്സ്. ഓക്കെ, നൗ ഈ other types of web attacks, there are directory traversals. So forceful browsing attack എന്നാണ് ഈ directory traversal എന്ന് പറയുന്നത്. And this occurs when an attacker is able to browse from our directories. Files കയറി നോർമൽ ആപ്ലിക്കേഷൻ ആക്സസ് കൂടാതെ നമ്മുടെ ഇൻഫർമേഷൻ ഡയറക്ടറിയെ ആക്സസ് ചെയ്ത് ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഫോഴ്സ്ഫുൾ ബ്രൗസിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ക്രിപ്റ്റോഗ്രാഫിക് ഇന്റർസെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് കീസോ നമ്മുടെ സർട്ടിഫിക്കറ്റ്സോ ഒക്കെ വായിക്കാനോ മോഡിഫൈ ചെയ്യാനോ ഒക്കെ പറ്റിയാൽ, നോർമലി ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, അതിനാണ് ക്രിപ്റ്റോഗ്രാഫിക് ആയിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇൻ കേസ് അവർ പ്രൈവറ്റ് കീസോ സർട്ടിഫിക്കറ്റ് സെർവേഴ്സ് ഹാക്ക് ചെയ്യപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കീസ് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടാൽ, ദെൻ ദാറ്റ് ഇസ് എ ക്രിപ്റ്റോഗ്രാഫിക് ഇന്റർസെപ്ഷൻ. അതിന് നോർമലി വാട്ട് തേർഡ് പാർട്ടി ഡസ് ഇസ് ദാറ്റ്, അങ്ങനെ അവരുടെ സെർവറോ എന്തെങ്കിലും ഹാക്ക് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ആസ്ക് us ടു ഡിലീറ്റ്, റിവോക്ക് ചെയ്ത് ആ പർട്ടിക്കുലർ കീനെ റിവോക്ക് ചെയ്ത് പുതിയ കീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് മെസ്സേജസ്, നിങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എൻക്രിപ്ഷൻ കീ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കാണാൻ പറ്റും. ഓക്കെ, അത് ഹാക്ക് ചെയ്യപ്പെട്ടോണ്ടായിരിക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ദർ ഇസ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഓട്ടോമാറ്റിക്കലി ഈ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ദെയർ. ഓക്കെ, അടുത്തത് URL ഇന്റർപ്രിട്ടേഷൻ അറ്റാക്സ്. ഞാൻ പറഞ്ഞല്ലോ, URLനെ ചേഞ്ച് ചെയ്യാൻ ഇപ്പം നോർമലി HTTPS പോസിബിൾ അല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി URL അപ്പിയർ ചെയ്യാറില്ല. ദ ഇൻഫർമേഷൻ അപ്പിയേഴ്സ് ഇൻ എൻക്രിപ്റ്റഡ് ഫോമാറ്റ്. ഈ എൻക്രിപ്റ്റഡ് ഫോമാറ്റിൽ അപ്പിയർ ചെയ്യുമ്പോൾ URLനെ അബ്യൂസ് ചെയ്യാനായിട്ട് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ദാറ്റ് ഇസ് URL ഇന്റർപ്രിട്ടേഷൻ അറ്റാക്ക്. URLനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കീ എന്താണെന്നോ നമ്മുടെ ID എന്താണെന്നോ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനായിട്ട് URL ഇന്റർപ്രിട്ടേഷനിൽ പറ്റത്തില്ല, മോഡിഫിക്കേഷനും പറ്റത്തില്ല. അടുത്തത് ഇംപേഴ്സണേഷൻ അറ്റാക്ക്. വെബ് ആപ്ലിക്കേഷൻസിൽ ഞാൻ ലെജിറ്റിമേറ്റ് യൂസർ ആണ് എന്ന് സ്പൂഫ് ചെയ്ത് പഴയ ലെജിറ്റിമേറ്റ് യൂസറിന്റെ പ്രീവിയസ് ഇൻഫർമേഷൻ എടുത്തിട്ട് സ്പൂഫ് ചെയ്ത് ആപ്ലിക്കേഷന് ആക്സസ് ഗെയിൻ ചെയ്യുന്നതിനാണ് ഇംപേഴ്സണേഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. നോർമലി ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയർവാൾസ് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോർമൽ ആയിട്ട് ഒരു യൂസർ യൂസ് ചെയ്യുന്ന പോർട്ടിലൂടെ അല്ലാതെ വേറെ പോർട്ടുകളിലൂടെ ആക്സസ് വരുവാണെന്നുണ്ടെങ്കിൽ ഫയർവാൾ അത് തടയും. ഓക്കെ, സോ ഈ
നോർമൽ ആയിട്ടുള്ള പോർട്ടുകൾ ബാക്ക് ദാറ്റ് ഇസ് ആക്റ്റീവ് ആയിട്ടുള്ള പോർട്ടുകളിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഫയർവാളിന് ഇത് തടയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ആക്റ്റീവ് പോർട്ടുകളെ ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള പോർട്ടുകൾ യൂസറിന്റെ പോർട്ടിൽ നിന്നാണ് അറ്റാക്സ് വരുന്നതെങ്കിൽ അത് മാത്രമേ ഫയർവാളിന് തടയാനായിട്ട് പറ്റത്തുള്ളൂ. Okay, so with this, I am stopping today's lesson. In the next class, we will continue with എങ്ങനെയാണ് വെബ് ബ്ലോഗ്സ് ഉള്ളതെന്നും ആ വെബ് ബ്ലോഗ്സിനെ സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ വെബ് ബ്ലോഗ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെബ് അറ്റാക്സ് ഏതെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് എന്തെല്ലാം ഓൾറെഡി വി സോ എ ഫ്യൂ തിങ്സ്, ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഇൻ ദ ലേറ്റർ ക്ലാസ്. താങ്ക് യു.